ചെന്നൈ അണ്ണാനഗർ പ്ലേ ബോയ് റാക്കറ്റിന്റെ വിളനിലമോ നോക്കാം വിശദമായി. ഫ്ളാറ്റുകളിൽ പ്ലേ ബോയ്സിന് വിലക്കെടുക്കുന്ന നിശാ പാർട്ടികൾ. ചെന്നൈ അണ്ണാനഗർ ഇന്ന് പ്ലേ ബോയ്കളുടെ വിളനിലമാണ്. നിശാ ക്ലബ്ബുകളിൽ എത്തുന്ന പെൺകുട്ടികൾ മുതൽ ആൺകുട്ടികൾ വരെ രാത്രികാലങ്ങളിൽ അമിത മദ്യപാനത്തെ തുടർന്ന് വഴിവിട്ട ബന്ധങ്ങൾക്ക് മുതിരുന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. നിയമപാലകർക്ക് പോലും ഇവരുടെ സ്വാധീന ചങ്ങലയുടെ ഭാഗമായി നിയമം നടപ്പാക്കാൻ സാധിക്കുന്നില്ല എന്നത് നിയമപാലകരെ അലട്ടുന്ന മറ്റൊരു പ്രശ്നമാണ്. അന്തർമുഖത്വമുള്ള വ്യക്തികൾ നഗരത്തിലെത്തുന്നതും ഒളിക്കണ്ണെറിയുന്നതും നഗരത്തിലെ പാർപ്പിട സമുച്ചയങ്ങളിൽ രാപ്പാർക്കുന്നതും നഗരത്തിന്റെ സംസ്കാരത്തെ പിന്നോട്ടടിക്കുന്നു. സാംസ്കാരിക നായകന്മാർ പോലും ഈ അധമ സംസ്കാരത്തെ കൂച്ചുവിലങ്ങിട്ട് നിർത്താൻ ശ്രമിക്കുമ്പോഴും വിദ്യയുള്ളവർ ഈ സംസ്കാരത്തിനെ അറുതി വരുത്തണമെന്ന് വാദിക്കുമ്പോഴും കോളേജ് കുട്ടികൾ പോലും ഈ സംസ്കാരത്തിലേക്ക് എടുത്തെറിയപ്പെടുകയാണ്. ഡിപ്രഷൻ എന്ന കാപട്യത്തിന്റെ മേലങ്കി അണിഞ്ഞാണ് ഈ സ്വതരങ്ങളിൽ ഇന്ന് മദ്യപാനവും കാർഡ്സ് പ്ലേയും ഇമ്മോറൽ സെക്ഷൽ ഇന്റർകോഴ്സും നടക്കുന്നത്. നീല ചലച്ചിത്ര നിർമ്മാതാക്കളായ വിദേശികളും ഈ ഭാഗത്ത് തമ്പടിച്ചിട്ടുള്ളതായാണ് പൊതുവെ പുറത്തുവരുന്ന റിപ്പോർട്ട്. 2000 USD നൽകുമെന്ന വ്യാജേന ഇവർ കൗമാരക്കാരെ പോലും നീലചിത്ര നിർമ്മാണത്തിന് സ്ത്രീകളെ അണ്ണാനഗർ ഭാഗത്തു നിന്നും വിദേശത്ത് എത്തിക്കുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇതിന് തടയിടാനാകാത്ത വിധം ഈ അധമ സംസ്കാരം ഇവിടെ പിടിമുറുകുകയാണ്. സാംസ്കാരിക മൂല്യച്ചതി ചോദ്യം ചെയ്യുന്ന ഇത്തരം ഇടിവുകളെ ചോദ്യം ചെയ്യാൻ മാതാപിതാക്കൾ ഭയക്കുന്നതും ഈ സംസ്കാരത്തെ അലട്ടുകയാണ്. വിദേശ മദ്യഷാപ്പുകൾ നിരോധിക്കണമെന്ന് സാധാരണ ജനങ്ങൾ ആവശ്യപ്പെട്ടിട്ടും ഇവിടെ നിശാ ക്ലബ്ബുകളിൽ എത്തുന്ന വീര്യം കൂടിയ മദ്യത്തിന്റെ ലഹരിയിൽ പരസ്പരം ലക്കുകെട്ട് നിയമം പോലും കൈയാളുകയാണ്. കയ്യായ്മ വയ്ക്കേണ്ട പോലീസ് സുരക്ഷാ ഉദ്യോഗസ്ഥർ പോലും ഭയപ്പെടുന്ന കാഴ്ചയ്ക്കാണ് അണ്ണാനഗർ സാക്ഷ്യം വഹിക്കുന്നത്.